മര്യാദക്കാരുണ്ട്, അതാണ് ഞങ്ങളിന്നലെ ലേബർ കോർട്ടിൽ പോയതാ. ഇവരെങ്ങനെ വെച്ച് വാഴിക്കാൻ പറ്റില്ല, നമ്മൾ സമ്മതിക്കില്ല. കേരളത്തിൽ നമ്മൾ ഒരു രീതിയിൽ സമ്മതിക്കില്ല ഇവരെ വെച്ച് വാഴിക്കാൻ. ഈ കൂലിക്ക് മേസ്ത്രി വാല കാം കറനാ കേരളം മുൻപെങ്ങുമില്ലാത്തൊരു പ്രതിസന്ധിയിലേക്ക് കടന്നിട്ട് ഏതാനും ദിവസങ്ങളായി. നമ്മുടെ പ്രാദേശിക സമ്പദ് വ്യവസ്ഥയുടെ അടിത്തറയെ തന്നെ ചോദ്യം ചെയ്യുന്ന വലിയൊരു പ്രതിസന്ധി. ഒരു കാലത്ത് അതിഥി തൊഴിലാളികൾ എന്ന് വിളിച്ച് നാം ചേർത്ത് പിടിച്ച അന്യ സംസ്ഥാന തൊഴിലാളികൾ സ്വന്തം നാടുകളിലേക്ക് മടങ്ങിയതോടെ കേരളത്തിന്റെ തൊഴിൽ മേഖല അക്ഷരാർത്ഥത്തിൽ സ്തംഭിച്ചിരിക്കുകയാണ്. നിർമ്മാണ മേഖലയും ഏറെക്കുറെ നിലച്ച മട്ടാണ്. ഹോട്ടലുകൾ ജീവനക്കാരില്ലാതെ അടച്ചിടേണ്ട സാഹചര്യം. കൃഷിയിടങ്ങളിൽ ജോലി മുടങ്ങുന്നു. വീടുകളുടെ സാധാരണ ശുചീകരണ ജോലികൾക്ക് പോലും ആളെ കിട്ടാത്ത അവസ്ഥ. പക്ഷേ ഇതിലൊക്കെയുമുള്ള ഏറ്റവും വലിയ ട്വിസ്റ്റ് മറ്റൊന്നാണ്. തൊഴിലാളികളുടെ ക്ഷാമം മനസ്സിലാക്കിയതോടെ തിരിച്ചെത്തിയ അതിഥി തൊഴിലാളികൾ ഇപ്പോൾ ചോദിക്കുന്നത് അമിത കൂലി. നേരത്തെ ലഭിച്ചിരുന്ന ദിവസവേതനത്തിന്റെ പല മടങ്ങ് തുകയാണ് ഇന്നവർ ആവശ്യപ്പെടുന്നത്. ഇതോടെ സാധാരണ കുടുംബങ്ങളും ചെറുകിട വ്യാപാരികളും കടുത്ത പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നുവെന്നാണ് റിപ്പോർട്ട്. അന്യസംസ്ഥാന തൊഴിലാളികളിലൂടെ സജീവമായിരുന്നു കേരളത്തിന്റെ തൊഴിൽ മേഖലയുടെ ചലനം. എന്നാൽ ഇന്ന് ആ കൈകളില്ലാതായപ്പോൾ നിർമ്മാണവും വ്യവസായവും സേവന മേഖലയുമെല്ലാം നിലച്ചുപോകുന്ന കാഴ്ചയാണ് സംസ്ഥാനമൊട്ടാകെ. SIR നടപടികളുമായി ബന്ധപ്പെട്ട ആശങ്കകൾക്കിടെ സ്വന്തം നാടുകളിലേക്ക് മടങ്ങിപ്പോയ തൊഴിലാളികളിൽ ഭൂരിഭാഗവും ഇതുവരെ തിരികെ എത്തിയിട്ടില്ല. അതിന്റെ ആഘാതം സംസ്ഥാനമാകെ ബാധിച്ചിരിക്കുകയാണ്. നിർമ്മാണ മേഖല പാതിവഴിയിലായി. നിരവധി വീടുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തൊഴിലാളികളെ കിട്ടാത്തതിനാൽ മുടങ്ങിയ നിലയിലാണ്. ദിവസേന പൂർത്തിയാക്കേണ്ട ജോലികൾ ആഴ്ചകളായി നീളുന്നതോടെ നിർമ്മാണ ചെലവും കുത്തനെ ഉയർന്നു. തിരിച്ചെത്തിയ അതിഥി തൊഴിലാളികൾ ഉയർന്ന വേതനം ആവശ്യപ്പെട്ടതോടെ സാധാരണ കുടുംബങ്ങളും ചെറുകിട വ്യാപാരികളും കടുത്ത സമ്മർദ്ദത്തിലാണ്. ദിവസക്കൂലി ഇനത്തിൽ 800 മുതൽ 850 രൂപ വരെ വാങ്ങിയിരുന്നവർ ഇപ്പോൾ 1700 അതിനു മുകളിലുമാണ് ആവശ്യപ്പെടുന്നത്. ഹോട്ടൽ മേഖലയിലും പ്രതിസന്ധി ശക്തമാണ്. ചെറിയ ഹോട്ടലുകളും ഭക്ഷണശാലകളും തൊഴിലാളിക്ഷാമം മൂലം പ്രവർത്തനം നിർത്തിയ നിലയിലാണ്. നേരത്തെ അടച്ചുപൂട്ടിയ ചില ഹോട്ടലുകൾ വീണ്ടും തുറക്കാനാകാതെ ഉടമകളും പ്രതിസന്ധിയിലാണ്. പാചക തൊഴിലാളികളെയും സർവീസ് ജീവനക്കാരെയും കണ്ടെത്താൻ കഴിയാത്തതാണ് പ്രധാന വെല്ലുവിളി. ഇവിടെ വലിയൊരു തൊഴിലാളി ദൗർലഭ്യം അനുഭവപ്പെടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് പലപ്പോഴും ഇവിടെ ഹോട്ടലുകളിലൊക്കെ ഇപ്പൊ വേണ്ട രീതിയിൽ നമുക്ക് ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കുന്നില്ല. എല്ലാ ഐറ്റങ്ങളും കൊടുക്കാൻ സാധിക്കുന്നില്ല. പല കടകളും സമയത്തിന് തുറക്കാൻ പോലും സാധിക്കുന്നില്ല. ചിലതൊക്കെ അടച്ചിട്ടിരിക്കുന്നു. വലിയൊരു പ്രതിസന്ധിയാണ് ഈ മേഖലയിൽ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ക്ലീനിങ്, കിച്ചൺ ഹെൽപ്പേഴ്സ്, അതുപോലെ തന്നെ ന്യൂ ജനറേഷൻ ഫുഡുകളൊക്കെയാണ് ഇവർ കൂടുതലായിട്ട് കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സ്ഥാപനം തുറന്ന് പ്രവർത്തിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഉള്ള തൊഴിലാളികളെ ആണെങ്കിൽ നമുക്കറിയാം, ഏതൊരു സാധനത്തിനും ദൗർലഭ്യം വരുമ്പോൾ അതിന് വില കൂടുന്നു പറഞ്ഞ പോലെ ഉള്ള തൊഴിലാളികളാണെങ്കിൽ അന്യായമായ ചാർജ് മേടിക്കുകയാണ്. നമ്മുടെ നിവൃത്തികേട് കൊണ്ട് പലപ്പോഴും നമുക്ക് നിർത്തേണ്ടി വരും. അവര് ഒരിടത്ത് 700 രൂപയ്ക്ക് ജോലി ചെയ്യുമ്പോഴായിരിക്കും അടുത്ത ഇവരുടെ ഇടയ്ക്ക് ബ്രോക്കർമാരുണ്ട്. അവർ വന്ന് വേറെ കടയിൽ തരാം, 900 രൂപ തരാം എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകും. അപ്പൊ നമ്മള് രാവിലെ സ്ഥാപനം തുറന്ന് ഈ തൊഴിലാളിയെ കൊണ്ട് ജോലി ചെയ്യാമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു ഹോട്ടലുടമയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഭക്ഷണം കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവും. കാരണം ഒരു ഹോട്ടൽ തുറന്ന് പ്രവർത്തിക്കണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അവിടുത്തെ ക്ലീനിങ് ജോലിയാണ്. ആ ക്ലീനിങ് ജോലി അവിടെ തടസ്സപ്പെടുകയാണ്. അപ്പൊ അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പൊ നമ്മള് എനിക്ക് തോന്നുന്ന ഒരു 40-50% കൂലി കൂട്ടി കൊടുത്തിട്ടാണ് പലയിടത്തും നമ്മൾ സ്റ്റാഫിനെ നിലനിർത്തുന്നത്. കേരളത്തിലെ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഇവര് ഇങ്ങനെയുള്ള ജോലികൾ ചെയ്യാൻ ഇപ്പൊ തയ്യാറാവുന്നില്ല എന്നൊരു കുഴപ്പമുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിന്റെ ഒരു പ്രതിവിധി എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ സ്ത്രീജനങ്ങൾ കൂടുതലായിട്ട് ഹോട്ടൽ മേഖലയിലേക്ക് വനിതകൾ കടന്നു വരികയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്കിത് പരിഹരിക്കാൻ കഴിയും. ഇപ്പൊ ടെക്സ്റ്റൈലൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വനിതകളാണ്. പക്ഷെ ഹോട്ടൽ മേഖലയിൽ വനിതകൾ അങ്ങനെ വരുന്നില്ല. അതായത് ക്ലീനിങ്ങോ ഒരു 5 സ്റ്റാർ 4 സ്റ്റാർ 3 സ്റ്റാർ ഹോട്ടലിലേക്കൊക്കെ ലേഡീസ് വരുന്നുണ്ടെങ്കിൽ സാധാരണ ചെറുകിട ഇടത്തരം ഹോട്ടലുകളിലേക്ക് വനിതകൾ ജോലിക്ക് എത്തുന്നില്ല. അപ്പൊ അവരെ കൂടുതലായിട്ട് നമ്മുടെ ഹോട്ടലിലേക്ക് എത്തിക്കാൻ സാധിച്ചാൽ ഒരു പരിധിവരെ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയും. ഇതല്ലെങ്കിൽ ഈ മേഖല വളരെ ബുദ്ധിമുട്ടിലേക്കാവും. കുറച്ച് നാൾ കഴിയുമ്പോൾ സെൽഫ് സർവീസും ടേക്ക് അവേ ഒക്കെ ആയിട്ട് മാറ്റേണ്ടി വരും നമുക്ക് ഹോട്ടൽ മേഖല എന്ന് പറയുന്നത്. അത് ജനങ്ങൾക്കും ഞങ്ങൾക്കും ഒക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്.
തൊഴിലാളിക്ഷാമവും സിമന്റ്, കമ്പി എന്നിവ ഉൾപ്പെടെയുള്ളവയുടെ വിലക്കയറ്റവും നിർമ്മാണ മേഖലയെ ഗുരുതര പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിടുന്നത്. കമ്പിയുടെ വില കിലോഗ്രാമിന് 10 മുതൽ 15 രൂപ വരെയാണ് വർദ്ധിച്ചത്. സിമന്റിന് 50 കിലോ ബാഗിന് 15 മുതൽ 30 രൂപ വരെയും ടൈൽ, സാനിറ്ററി ഉൽപ്പന്നങ്ങൾക്ക് 15 മുതൽ 50% വരെയും വില കൂടിയിട്ടുണ്ട്. ഇലക്ട്രിക്കൽ സാമഗ്രികൾക്കും 10 മുതൽ 40% വരെ വില വർദ്ധിച്ചു. സിമന്റ്, കമ്പി, ടൈൽ ഉൾപ്പെടെയുള്ള സാമഗ്രികൾ നിർമ്മിക്കുന്ന പല കമ്പനികളും നിലവിലെ യുദ്ധ സാഹചര്യത്തെയും ഇന്ധനക്ഷാമത്തെയും തൊഴിലാളിക്ഷാമത്തെയും മറയാക്കി കൃത്രിമമായി വില വർദ്ധിപ്പിക്കുകയാണെന്ന ആരോപണവും ശക്തമാണ്. 1000 രൂപ കൂടുതൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവം മാറൂട്ടോ. നിങ്ങൾ 1200 കൊടുക്കണ ഒരു കൽപ്പർക്ക്. എറണാകുളം ജില്ലയിലെ അങ്കമാലിയിലും പരിസര പ്രദേശങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട് നാട്ടുകാരും കരാറുകാരും തൊഴിലാളികളും തമ്മിൽ നേരിട്ടുള്ള തർക്കങ്ങളും ഉടലെടുക്കുന്നുണ്ട്. നിർമ്മാണ സൈറ്റുകളിൽ പ്രത്യേക ഭക്ഷണ സൗകര്യം കൂടി തൊഴിലാളികൾ ആവശ്യപ്പെട്ടതോടെ കോൺട്രാക്ടർമാർ ലേബർ ഓഫീസിൽ ഔദ്യോഗികമായി പരാതി നൽകിയിട്ടുണ്ട്. നിലവിലെ പ്രതിസന്ധി പരിഹരിക്കാൻ അന്യസംസ്ഥാന തൊഴിലാളികളെ തിരിച്ചെത്തിക്കുന്നതിന് പകരം പ്രാദേശിക തൊഴിലാളികളെ ഉറപ്പുവരുത്താൻ സർക്കാർ തലത്തിലുള്ള നീക്കങ്ങളുണ്ടാകേണ്ടത് അനിവാര്യമാണെന്ന വിലയിരുത്തലുകളും സജീവമാണ്. ഇതിനായി സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ പോലുള്ള സ്ഥാപനങ്ങൾ വഴി മലയാളി യുവാക്കൾക്ക് ശാസ്ത്രീയ പരിശീലനം നൽകി ഈ മേഖലയിലേക്ക് ആകർഷിക്കണമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.